ഹലോ കൂട്ടുകാരെ, നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷ വരാൻ പോവുകയാണ്. കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെഗാ മാരത്തോൺ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. കുറേയേറെ ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചത്, അതുപോലെ തന്നെ മാതൃകയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പുതിയ കുറേ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണല്ലോ, ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അമരാവതിയാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ പുതിയ തലസ്ഥാനം അമരാവതിയാണ്. ഏത് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി? ഏത് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി? ഏത് സംസ്ഥാനത്തിന്റെയാണ്? ഓപ്ഷൻ സി ആണ്, ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് കേട്ടോ സാമ്രാട്ട് ചൗധരി. ദേശീയപാതയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതിയുടെ പേരെന്താണ്? ദേശീയപാതകളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പദ്ധതിയാണെന്ത്? ഓപ്ഷൻ ഡി ആണ്, ആരോഗ്യവനമാണ് ശരിയായ ഉത്തരം. ആരോഗ്യവനം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയ വ്യക്തിയുടെ പേരെന്താണ്? വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന, ഏറ്റവും അടുത്ത് നടന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയ വ്യക്തിയുടെ പേരെന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹരീഷ് റാണയാണ് ശരിയായ ഉത്തരം. ഹരീഷ് റാണയാണ് ശരിയായ ഉത്തരം. ഓർത്തു വയ്ക്കുക, ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണിത്. അടുത്ത ചോദ്യം. 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അതിഥി അവതാരകയായി എത്തിയ ഇന്ത്യൻ നടി ആരായിരുന്നു? 98ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ അവതാരകയായിട്ട് വന്ന ഇന്ത്യൻ നടി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രിയങ്ക ചോപ്രയാണ് ആ അവതാരിക. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിക്കുന്നത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിക്കുന്നത്. ഓക്കെ, 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? 2026 പത്മപ്രഭ പുരസ്കാരം. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർ രാജശ്രീയാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി 2026 മെയ്യിൽ നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായിട്ട് 2026 മെയ്യിൽ നിയമിതനായ വ്യക്തി. ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണിത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാജ സുബ്രഹ്മണിയാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി രാജ സുബ്രഹ്മണിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2026 സെൻസസിന്റെ ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ ഭാഗ്യചിഹ്നങ്ങൾ ഏവ എന്നുള്ളതാണ്. ഓക്കെ, 2027 സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ ഭാഗ്യചിഹ്നങ്ങൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് 3, പ്രഗതിയും വികാസുമാണ്. ഓക്കെ, പ്രഗതിയും വികാസുമാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. പ്രഗതി ആൻഡ് വികാസ് ആണ് 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആണവ നിലയം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, താരാപൂർ ആണ് കേട്ടോ. താരാപൂർ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമായി അറിയപ്പെടുന്നത് ഏതാണ്? കന്യാകുമാരിയാണ് കേട്ടോ. കന്യാകുമാരിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമായിട്ട് അറിയപ്പെടുന്നത് കന്യാകുമാരിയാണ്. ചുവടെ പറയുന്നവയിൽ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇവിടെ നർമ്മദ, മാഹി, സബർമതി, ലൂണി തന്നിട്ടുണ്ട്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ലൂണിയാണ്. താഴെ പറയുന്നവയിൽ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണിയാണ് കേട്ടോ.
ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഉത്തരായന രേഖയാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ, ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം UP ആണ്, ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഏറ്റവും ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഗോദാവരിയാണ്. ഗോദാവരിയാണ് ശരിയായ ഉത്തരം. ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഓക്കെ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 തുറമുഖങ്ങളാണ് തന്നിട്ടുള്ളത്. കിഴക്കൻ തീരത്തെയാണ് ഓർക്കുക. അപ്പോൾ ഏതൊക്കെ വരും? തൂത്തുക്കുടി, വിശാഖപട്ടണം, പാരദ്വീപ് എന്നിവയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ. ഏതൊക്കെയാണ്? തൂത്തുക്കുടി, വിശാഖപട്ടണം, പാരദ്വീപ് എന്നിവയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം, നാഷണൽ റിമോട്ട് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹൈദരാബാദ്. ഹൈദരാബാദ് ആണ് നാഷണൽ റിമോട്ട് സെന്ററിന്റെ ആസ്ഥാനം വരുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് എന്ത്? മൗണ്ട് K2 എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം കാരക്കോറമാണ്. കാരക്കോറം. ഓക്കെ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരകളിലാണ്. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത വിവരം ഏതാണ് എന്നുള്ളതാണ്. ശരിയല്ലാത്ത വിവരമേത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹിമാലയ നദികളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നത് ശിവാലിക് നിരകളാണ്. ശിവാലിക് നിരകളാണ് എന്ന് പറയുന്നു. ഹിമാലയ നിരകളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നത് ശിവാലിക് നിരകളാണ് എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണോ? അല്ല, തെറ്റാണ് കേട്ടോ. തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്ത വിവരം ഓപ്ഷൻ എ തന്നെയാണ്. ബാക്കി കൂടെ നോക്കാം. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയാണ് ശിവാലിക്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയാണ് ശിവാലിക്. ശരിയാണ്. ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് തന്നെയാണ് ശിവാലിക് തന്നെയാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ശിവാലിക് നിരകളുടെ ഏകദേശ വീതി 60 മുതൽ 150 വരെ കിലോമീറ്റർ ആണ്. ഓക്കെ. 60 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണ് ശിവാലിക് നിരകളുടെ ഏകദേശ വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത വിവരം ഹിമാലയൻ നിരകളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്നത് ശിവാലിക് ആണ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഗാന്ധിജി ഇടപെട്ട വർഷം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? 1917 ആണല്ലേ. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഗാന്ധിജി ഇടപെട്ട വർഷം, അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന വർഷം 1917 1917 1917. ഓക്കെ. നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ രൂപവൽക്കരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ രൂപീകരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ശരി അല്ലാത്ത പ്രസ്താവന നോക്കാം. 1. നിസ്സഹകരണ സമരത്തിനിടെ 1922 ഫെബ്രുവരി 2 ചൗരി ചൗര സംഭവം ഉണ്ടായത്. നിസ്സഹകരണ സമരത്തിനിടെ 1922 ഫെബ്രുവരി 2 ചൗരി ചൗര സംഭവം ഉണ്ടായത്. ശരിയായ പ്രസ്താവന തന്നെയാണ്. 2. ബംഗാളിലെ ചൗരി ചൗര സംഘർഷത്തെ തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവച്ചു എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ്. ബംഗാളിലെ ചൗരി ചൗര സംഭവം നടക്കുന്നത് ബംഗാളിലല്ല എന്നുള്ള കാര്യം ഓർക്കുക. അത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ഓക്കെ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് നടക്കുന്നത്. ബംഗാളിലെ ചൗരി ചൗര സംഘർഷം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ അങ്ങനെയാണ് ഓപ്ഷൻ ബി ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. തെറ്റായി വരുന്നത്, അതായത് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ബംഗാളിലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീവച്ചു എന്നുള്ളത് തെറ്റാണ്. ബംഗാളിലെ അല്ല. ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലല്ല, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ്. ഓക്കെ.
ഇനി തീവയ്പിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ശരിയാണ്. തീവയ്പിൽ 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ശരിയായ പ്രസ്താവന തന്നെയാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ആര് തീരുമാനിക്കുന്നു? ഗാന്ധിജി തീരുമാനിക്കുന്നു. ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓക്കെ, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജോൺ സൈമൺ കമ്മീഷനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകളേവ? ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകളാണ് ബംഗാളും പഞ്ചാബും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ബംഗാളും പഞ്ചാബും. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലഘട്ടത്തിലാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. 1951-52 കാലഘട്ടത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായിട്ട് 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാകുന്നത് ഓപ്ഷൻ സി ആണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി. സർദാർ വല്ലഭായ് പട്ടേലാണ് ശരിയായ ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം ഓരോന്നായിട്ട്. സമത്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും എന്ത് തന്നെയാണ്? മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് തന്നെയാണല്ലോ. ചൂഷണത്തിനെതിരെയുള്ള അവകാശവും മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇനി ഓപ്ഷൻ ഡി, വോട്ട് ചെയ്യാനും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. വോട്ട് ചെയ്യാനും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏത് ഭാഗത്താണ്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ, ഭാഗം 3 കേട്ടോ. മൗലികാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം 3. ഓക്കെ, അടുത്ത ചോദ്യം, റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, ഓപ്ഷൻ സി, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തിലാണ് വരുന്നത് റിട്ടുകൾ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സ്വത്തവകാശത്തെ നിയമപരമായിട്ടുള്ള അവകാശമായി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അനുച്ഛേദം 300A, ആർട്ടിക്കിൾ 300A ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ആണ്. എം.എൻ. വെങ്കടച്ചെല്ലയ്യയാണ് ശരിയായ ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ എം.എൻ. വെങ്കടച്ചെല്ലയ്യ. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ
അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗവർണർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്. ഗവർണറാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ രൂപവൽക്കരണം എന്നിവ സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയും കേന്ദ്ര പ്രദേശങ്ങളുടെ രൂപവൽക്കരണവും എന്നിവ സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏഴാം ഭേദഗതിയാണ് ശരിയായ ഉത്തരം. ഏഴാം ഭേദഗതി ഓർത്തു വയ്ക്കുക. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. അടുത്ത ചോദ്യം, കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം ചുവടെ പറയുന്നവയിൽ എന്ത് നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനമാണ് എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ദേശീയ പതാകയാണ് കേട്ടോ ശരിയായ ഉത്തരം. ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക സ്ഥാപനമാണ് കർണാടക ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം. ഓർത്തു വയ്ക്കുക കേട്ടോ. ഇത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യം കൂടെയാണ്. അടുത്ത ചോദ്യം, നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 4 സംസ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ നദികളുടെ ശരിയായ ക്രമം ഏതാണ്? ഇവിടെ ശരിയായ ക്രമം വരുന്നത് ഓപ്ഷൻ സി ആണ്. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നാണ് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 4 സംസ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ നദികളുടെ ശരിയായ ക്രമമാണ് എന്ത്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. വളരെ പെട്ടെന്ന് ചോദിച്ചാൽ എഴുതാൻ സാധിക്കേണ്ട ഒരു ചോദ്യം കൂടെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രസിദ്ധമായ പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പ്രസിദ്ധമായിട്ടുള്ള പാപനാശം ബീച്ച് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് പാപനാശം ബീച്ച്. കല്ലടയാർ അഷ്ടമുടിക്കായലിൽ പതിക്കുന്നിടത്തെ ഉള്ള ദ്വീപിന്റെ പേര്, അതായത് കല്ലടയാർ അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന സ്ഥലത്തുള്ള ദ്വീപിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മൺട്രോത്തുരുത്താണ് കേട്ടോ. മൺട്രോത്തുരുത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശാസ്താംകോട്ട തടാകമാണ് ശരിയായ ഉത്തരം. എഫ് ആകൃതിയാണ് ശാസ്താംകോട്ട തടാകത്തിനുള്ളത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ വിവിധ വെള്ളച്ചാട്ടങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ജോഡി, സംസ്ഥാനത്തെ വെള്ളച്ചാട്ടവും അവയുടെ ജില്ലയുമാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ ജോഡി നമുക്ക് നോക്കാം. 1, പാലരുവി കൊല്ലം. പാലരുവി എവിടെയാണ്? കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ശരിയായ ഉത്തരമാണ്. 2, ചെതലയം വയനാട്. ചെതലയം ശരിയാണ്, വയനാടാണ്. മീൻവല്ലം പാലക്കാട് ശരിയാണ്, മീൻവല്ലം പാലക്കാട്. തുഷാരഗിരി കോഴിക്കോട് ശരിയാണ്, തുഷാരഗിരി കോഴിക്കോട്. അപ്പോൾ എല്ലാ ജോഡിയും ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ ഉത്തരം എല്ലാ ജോഡിയും ശരിയാണ്. 1, 2, 3, 4 ശരിയാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. നദികൾ ഒഴുകുന്ന ജില്ല ഏത് ജില്ല? യെസ്, കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. പമ്പ നദിയുടെ പ്രധാന പോഷക നദികൾ ഏവ? പമ്പ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പമ്പ നദിയുടെ പ്രധാന പോഷക നദി 1 കക്കി ശരിയാണ്. പിന്നെ വരുന്നു കല്ലാർ, അഴുത ഒക്കെ എന്താണ്? പമ്പ നദിയുടെ പ്രധാന പോഷക നദിയാണ്. കക്കി, കല്ലാർ, അഴുത ഒക്കെ പമ്പ നദിയുടെ പ്രധാന പോഷക നദികളാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? യെസ്, NH66, NH66 ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? ഇതിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. നെയ്യാർ, പെരിയാർ, കല്ലായിപ്പുഴ, കബനി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കബനിയാണ് അറബിക്കടലിൽ പതിക്കാത്ത നദി. ഓക്കെ, അടുത്ത ചോദ്യം, ഇടനാടുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇടനാടുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 25 മുതൽ 250 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്, ഇടനാടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. 2, ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടതാണ് ശരിയല്ലാത്തതാണ് കേട്ടോ. ഓർക്കുക, ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. 2, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 41.76% ഇടനാട്. ശരിയാണ്, ശരിയായ പ്രസ്താവന. 3, ഏലം
തേയില എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് ഇടനാട്. ഏലം, തേയില എന്നിവയുടെ കൃഷിക്ക് ഇടനാട് അനുയോജ്യമല്ല എന്നുള്ള കാര്യം ഓർക്കുക. മലനാടാണ് അതിന് അനുയോജ്യമായത്. ഓക്കെ, ഇടനാട് അനുയോജ്യമല്ല. ഇടനാടിന്റെ വിസ്തീർണം ഏതാണ്ട് 16,230 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ഇടനാടിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 16,236. ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത്, ബന്ധമില്ലാതെ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്, ബന്ധമില്ലാത്തത്. ഓക്കെ, ഇടനാടുമായിട്ട് ബന്ധമില്ലാത്തത്. ഏലം, തേയില എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് ഇടനാട് എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. മലനാടാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതായിരുന്നു? ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി ആണ്, തന്നെയാണ് ആറ്റിങ്ങൽ കലാപമാണ് ശരിയായ ഉത്തരം. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപമാണ്. അടുത്ത ചോദ്യം, ശരിയായ വിവരങ്ങൾ ഏതെല്ലാം? ശരിയായ വിവരങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓരോ പ്രസ്താവനയായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, 1812 കുറിച്യ ലഹള നടന്നത്. കുറിച്യ ലഹള 1812 തന്നെയാണ് നടന്നത്, ശരിയാണ്. വയനാടാണ് കുറിച്യ ലഹളയ്ക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശം. ശരിയാണ്, വയനാട്ടിലാണ് കുറിച്യ ലഹള നടക്കുന്നത്. കുറിച്യ കലാപം നയിച്ചത് രാമനമ്പിയാണ്. ശരിയാണ്, രാമനമ്പിയാണ് കുറിച്യ കലാപം നയിച്ചത്. മറ്റൊരു ഗോത്ര വിഭാഗമായിട്ടുള്ള കുറുമ്പരും കുറിച്യ ലഹളയിൽ പങ്കെടുത്തു. ശരിയാണ്, എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മഞ്ചേരി. മഞ്ചേരിയാണ് കേട്ടോ ശരിയായ ഉത്തരം. മഞ്ചേരിയാണ്. കേരളത്തിന്റെ സൂറത്ത് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് മഞ്ചേരി കോൺഗ്രസ് സമ്മേളനമാണ്. അടുത്ത ചോദ്യം, 1930 ഏപ്രിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് തിരിച്ച ഉപ്പ് സത്യാഗ്രഹികളുടെ സംഘത്തെ നയിച്ചത് ആരാണ്? ഉപ്പ് സത്യാഗ്രഹികളുടെ സംഘത്തെ നയിച്ചത് ആരാണ് എന്നാണ് 1930 ഏപ്രിലാണ്. ആരാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, കെ കേളപ്പനാണ് കേട്ടോ. കെ കേളപ്പനാണ് ശരിയായ ഉത്തരം, കെ കേളപ്പൻ. അടുത്ത ചോദ്യം, മേൽമുണ്ട് സമരം എന്നത് ഏത് പ്രദേശത്താണ്? മേൽമുണ്ട് സമരം നടന്നത് ഏത് പ്രദേശത്താണ്? മേൽമുണ്ട് സമരം നടക്കുന്നത് ഏത് പ്രദേശത്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, തെക്കൻ തിരുവിതാംകൂറിലാണ് കേട്ടോ. മേൽമുണ്ട് സമരം നടക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിലാണ്. അടുത്ത ചോദ്യം, പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായിട്ടാണ്? സർക്കാർ ഭൂമിയിൽ കുടിയാന സ്ഥിരാവകാശം ലഭിച്ചതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂർ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1896 കേട്ടോ. ഇവിടെ ശരിയായ ഉത്തരം തിരുവിതാംകൂർ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 കേട്ടോ. അടുത്ത ചോദ്യം, നിവർത്തന പ്രക്ഷോഭം മൂലമുണ്ടായ പ്രധാന ഫലം എന്താണ്? നിവർത്തന പ്രക്ഷോഭം മൂലമുണ്ടായ ഫലമാണ് ഓപ്ഷൻ എ, ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിതനായി എന്നുള്ളതാണ്. നിവർത്തന പ്രക്ഷോഭം മൂലമുണ്ടായ പ്രധാന ഫലമാണ് ഒരു PSC, ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിതനായി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത് ആരൊക്കെ എന്നുള്ളതാണ്. ഇവയിൽ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടത് ആരൊക്കെ എന്നുള്ളതാണ്. ഒന്ന്, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ശരിയാണല്ലോ. പിന്നെ സീതക്കോയ തങ്ങൾ ശരിയാണ്. ആലി മുസ്ലിയാർ ശരിയാണ്. അബ്ദുൾ റഹിമാൻ സാഹിബ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്ന്, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, രണ്ട്, പുത്തൂരിലെ സീതക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരൊക്കെയാണ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അബ്ദുൾ റഹിമാൻ സാഹിബ് തെറ്റായ ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഏതു നഗരത്തിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കൊച്ചി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് വൈദ്യുതി പ്രക്ഷോഭം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം തൃശ്ശൂരാണ്. ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏതു നഗരത്തിന്റെ വൈദ്യുതി വിതരണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലായുള്ള വിഷവാതകം ഏതാണ്? ഫാക്ടറികളിൽ നിന്ന് വാതകങ്ങൾ പുറന്തള്ളുന്നുണ്ട്, അവിടെ കൂടുതലായിട്ട് വരുന്ന വിഷവാതകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ, സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് ആണ് ആ വിഷവാതകം, സൾഫർ ഡയോക്സൈഡ്.
അടുത്ത ചോദ്യം, വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാ വയലറ്റ് രശ്മികളാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അൾട്രാ വയലറ്റ് രശ്മികളാണ്. ചോദിക്കാൻ വളരെ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം. അടുത്ത ചോദ്യം, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ടാനിക് ആസിഡ് ആണ്. ടാനിക് ആസിഡ് ആണ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. അടുത്ത ചോദ്യം, ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലീൻ ഏത് നിറമായിട്ട് മാറുന്നു? ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലീൻ ഏത് നിറമായിട്ടാണ് മാറുന്നത്? പിങ്ക് നിറം. പിങ്ക് നിറമായിട്ടാണ് മാറുന്നത്. പിങ്ക് നിറം. ഓക്കെ. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? അണക്കെട്ട് പണിയുമ്പോൾ അടിവശം എന്ത് ചെയ്യുന്നു? വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നു. അതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ ആണ്. ദ്രാവക മർദ്ദം കൂടുന്നത് നേരിടാൻ വേണ്ടിയിട്ടാണ് വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നത്. അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണങ്ങളും തകരാറിലാവാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. SCRTയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഫ്യൂസ് ആണ് ശരിയായ ഉത്തരം. സേഫ്റ്റി ഫ്യൂസ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം, ചെറിയ അക്ഷരങ്ങളും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ഓക്കെ. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതൊക്കെ? ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ പ്രകാശവർഷം ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. പാർസക് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ശരിയാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റും എന്താണ്? ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. പാസ്കൽ തെറ്റാണ്. പാസ്കൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, മുടിയുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് എന്ത് ബലം മൂലമാണ് എന്നുള്ള ചോദിച്ചാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്ഥിത വൈദ്യുത ബലം. സ്ഥിത വൈദ്യുത ബലമാണ് മുടിയുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലം മൂലമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, കോശങ്ങളിലെ ഊർജ നിർമ്മാണം, സംഭരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഏത് കോശാംഗമത്തെയാണ് കോശത്തിലെ ഊർജ നിലയം എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മൈറ്റോകോൺട്രിയോൺ ആണ് ശരിയായ ഉത്തരം. മൈറ്റോകോൺട്രിയോൺ. വിത്ത് കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? മജ്ജ. ഓപ്ഷൻ എ മജ്ജയാണ് ശരിയായ ഉത്തരം. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല ഏതാണ്? കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ ആ സ്ഥാനത്ത് തന്നെ യോജിപ്പിച്ച് നിർത്തുന്ന യോജക കല ഏതാണ്? ആ സ്ഥാനത്ത് നിർത്തുന്ന യോജക കല ഏതാണ്? ശരിയായ ഉത്തരം നാരുകലയാണ് കേട്ടോ. നാരുകല. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നാരുകല. അടുത്ത ചോദ്യം, കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാ? കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അൾട്രാസോണിക് തരംഗങ്ങളാണ്. കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളാണ്. അടുത്ത ചോദ്യം, സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് അറിയപ്പെടുന്നത് സെറികൾച്ചർ എന്നാണ്. സെറികൾച്ചർ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക? മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ശരിയായ ഉത്തരം മാവിൻ്റെതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മാവ്. അടുത്ത ചോദ്യം, ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രശസ്ത പാരിസ്ഥിതിക ഗ്രന്ഥമായിട്ടുള്ള സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത്? ഏതിൻ്റെതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. DDT ആണ് ശരിയായ ഉത്തരം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമേവ? മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഇവയിൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കാം. 1, വിരശല്യം മണ്ണിലൂടെ പകരുന്നവയാണ്. ശരിയാണ്, വിരശല്യം. 2, ടെറ്റനസ് മണ്ണിലൂടെ പകരുന്ന രോഗമാണ് ടെറ്റനസ്. അടുത്ത ചോദ്യം, ക്ഷയം മണ്ണിലൂടെ പകരുന്ന അല്ല. 4, ടൈഫോയിഡ് മണ്ണിലൂടെ പകരുന്ന രോഗമല്ല. അപ്പോൾ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ വിരശല്യവും അതുപോലെ തന്നെ ടെറ്റനസുമാണ്. അടുത്ത ചോദ്യം, ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ഏതാണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുവാണ് സോഡിയം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സോഡിയമാണ്.
അടുത്ത ചോദ്യം, വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? സമാശ്വാസം 1. സമാശ്വാസം 1 പദ്ധതി. ഓക്കെ, സമാശ്വാസം 1 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ്. ഹിമാലയൻ നദികൾ ഇവയിൽ 1 സിന്ധു ഹിമാലയൻ നദിയാണ്, 2 ഗംഗ ഹിമാലയൻ നദിയാണ്, ബ്രഹ്മപുത്ര ഹിമാലയൻ നദിയാണ്, എന്നാൽ നർമ്മദ ഹിമാലയൻ നദിയല്ല. അപ്പോൾ 1, 2, 3 ആണ് ശരിയായ ഉത്തരം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാമിർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ജയ്സാമിർ ഏത് ഭൂവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഥാർ മരുഭൂമിയിലാണ് ജയ്സാമിർ ഉൾപ്പെടുന്നത് ഥാർ മരുഭൂമിയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ്? ഓപ്ഷൻ എ ആണ്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേട്ടോ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? സുന്ദരവനം ഡെൽറ്റ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാളാണ് കേട്ടോ. ശരിയായ ഉത്തരം പശ്ചിമ ബംഗാളാണ്. അടുത്ത ചോദ്യം, ഗോവയിൽ 2026 ഡിസംബറിൽ പുതുതായി രൂപവൽക്കരിച്ച ജില്ല ഏതാണ്? ഗോവയിൽ പുതുതായിട്ട് രൂപവൽക്കരിച്ച ജില്ല ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കേട്ടോ ശരിയായ ഉത്തരം, കുശാവതി. 2025 ഡിസംബറിലാണ് പുതിയൊരു ജില്ല രൂപീകരിക്കുന്നത്. ശരിയായ ഉത്തരം കുശാവതിയാണ്. പുതിയ ജില്ലയുടെ പേര് കുശാവതി. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര് ശക്തി എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ശക്തി. ഓക്കെ, അടുത്ത ചോദ്യം, കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ഓക്കെ, കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇവയിൽ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. 1 ഇൽമനൈറ്റ് ശരിയാണ്, മോണോസൈറ്റ് ശരിയാണ്, ബോക്സൈറ്റും അലൂമിനിയം ഉൾപ്പെടുന്നില്ല. അപ്പോൾ 1ഉം 4ഉമാണ് ഇവിടെ ശരി. ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. 1, 4. അടുത്ത ചോദ്യം, കേരളത്തിൽ കണ്ടൽക്കാടുകളും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കണ്ടൽക്കാടുകളും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ്, കണ്ണൂരാണ് ശരിയായ ഉത്തരം. കണ്ണൂരാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജലവൈദ്യുത പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. ഇവയിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷനിൽ പള്ളിവാസലുണ്ട്, കുറ്റ്യാടി, ഇടമലയാറുണ്ട്, ഷോളാറുണ്ട്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്, കുറ്റ്യാടിയാണ് കേട്ടോ. കുറ്റ്യാടിയാണ് കോഴിക്കോട് ജില്ലയിലെ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത്: ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, താലൂക്ക്, ബ്ലോക്ക് പഞ്ചായത്ത്. ഇവയൊക്കെ എന്തൊക്കെയാണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. താലൂക്ക് എന്തല്ല? തദ്ദേശ സ്വയംഭരണ സ്ഥാപനമല്ല എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? കേരളത്തിലെ അത്ലറ്റുകളിൽ ഓർക്കുക, അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ എന്നുള്ളതാണ്. PT ഉഷ അത്ലറ്റ് ആണ്, TC യോഹന്നാൻ അത്ലറ്റ് ആണ്, KM ബീനാമോൾ അത്ലറ്റ് ആണ്, ജിമ്മി ജോർജ് എന്തല്ല? അത്ലറ്റ് അല്ല, അദ്ദേഹം ഒരു വോളിബോൾ താരമാണ് എന്നുള്ള കാര്യം ഓർക്കുക. വോളിബോളാണ് അദ്ദേഹത്തിൻ്റെ ഇവന്റ്, അദ്ദേഹം അത്ലറ്റ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ് കേട്ടോ. പെരിയാറാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് പീലിക്കോട് പഞ്ചായത്ത്. അത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയാണ് ശരിയായ ഉത്തരം, കാസർഗോഡ്. വളപട്ടണം പുഴയും കുപ്പം പുഴയും അറബിക്കടലുമായി ചേർന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? വളപട്ടണം പുഴയും കുപ്പം പുഴയും അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തിന്റെ പേരാണ് അഴീക്കൽ. അഴീക്കൽ ബീച്ച്, അഴീക്കലാണ് ശരിയായ ഉത്തരം. അഴീക്കൽ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം,
പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ ഡി അപ്പുക്കുട്ടൻ നായർ സ്ഥാപിച്ചതും കേരളീയ കലാരൂപങ്ങളുടെ പരിശീലനവും പരിരക്ഷണവും ലക്ഷ്യമിടുന്നതുമായ സ്ഥാപനമേതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മാർഗിയാണ് കേട്ടോ, മാർഗിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 2025 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എൽദോസ് പോൾ ആണ്. എൽദോസ് പോളിനാണ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈഫൈ ഏർപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഇരവിപേരൂർ പഞ്ചായത്ത്, ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളാണ്. നമുക്ക് ഒരുപാട് അറിയാം, പഠിച്ചതാണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? വള്ളത്തോളിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തന്നെയാണ്. എന്താണ്? പ്രേമാശ്രമം വള്ളത്തോളിൻ്റെ കൃതി അല്ല, ബാപ്പുജി വള്ളത്തോളിൻ്റെതാണ്. എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളിൻ്റെതാണ്, ശരിയാണ്. ഡി ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോളിൻ്റെതാണ്. അപ്പോൾ ഇതിൽ പ്രേമാമൃതം മാത്രമാണ് വള്ളത്തോളിൻ്റെ കൃതികളിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ആരെയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരനായിക നമുക്കറിയാം, അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്, ഓർക്കുക. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. പണ്ഡിറ്റ് രമാഭായി. പണ്ഡിറ്റ് രമാഭായിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ആര്? ഡോക്ടർ എസ് ജയശങ്കർ. ഡോക്ടർ എസ് ജയശങ്കർ, സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഓപ്ഷൻ ബി ആണ്. വിനയ് കുമാർ സക്സേന. വിനയ് കുമാർ സക്സേനയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ. വട്ടമേശ സമ്മേളനങ്ങൾ ഏതൊക്കെ വർഷങ്ങളിലാണ് നടന്നത്? ഓപ്ഷൻ ഡി 1930, 31, 32. 30, 31, 32. ഇതൊരു മേശയായിട്ട് കണക്കാക്കാം അല്ലേ? ഒരു മേശയായിട്ട് കണക്കാക്കാം. ഓക്കെ, 30, 31, 32 വർഷങ്ങളിലാണ് എന്ത് നടക്കുന്നത്? വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഒരു വട്ടത്തിലുള്ള മേശ ഇവിടെ ഉണ്ട് എന്ന് ഓർത്താൽ മതി, നമുക്കത് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? റൗലറ്റ് വിരുദ്ധ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ദാരുണമായ സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് കേട്ടോ ഇവിടെ ശരിയായ ഉത്തരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് വിരുദ്ധ സമരവുമായിട്ട് നടന്ന ദാരുണമായിട്ടുള്ള സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത്? വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ വില്ലുവണ്ടി സമരം നയിച്ചു. വില്ലുവണ്ടി സമരം നയിച്ചത് വൈകുണ്ഠസ്വാമിയാണോ? അല്ല, അത് അയ്യങ്കാളിയാണ്. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണ്, സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണ്. ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി വൈകുണ്ഠസ്വാമി. ശരിയാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി, സി, ഡി എന്നാണ് ശരി. ബന്ധമില്ലാതെ വരുന്നത് ഓപ്ഷൻ എ ആണ്. വില്ലുവണ്ടി സമരം നയിച്ചു എന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്ത ചോദ്യം, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഏത്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം കേട്ടോ. നിർദ്ദേശക തത്വങ്ങളാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ആയില്ലത്ത് കുറ്റിയാടി ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരിയായ ഉത്തരം. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് എന്ത് നടന്നത്? പട്ടിണി ജാഥ നടന്നത്. പട്ടിണി ജാഥ ആരാണ് നേതൃത്വം കൊടുത്തത്? എ കെ ഗോപാലന്റെ നേതൃത്വത്തിലായിരുന്നു പട്ടിണി ജാഥ നടന്നത്. പട്ടിണി ജാഥ നടന്നത് കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച വർഷം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായ ഉത്തരം. 2018 ഭരണഘടനാ പദവി ലഭിച്ച വർഷം. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നു. ശരിയാണ്. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായിട്ട് INA-യിൽ ചേർന്ന മലയാളികളിൽ ഒരാളാണ്. രണ്ട്, ക്യാപ്റ്റൻ ലക്ഷ്മി. ശരി തന്നെയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയും INA-യിൽ ചേർന്ന മലയാളി തന്നെയാണ്. മൂന്ന്, പി കൃഷ്ണപിള്ള. തെറ്റാണ്. AKG തെറ്റാണ്. അപ്പോൾ 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അബ്ദുൽ ഖാദർ, അതുപോലെ തന്നെ വൈക്കം അബ്ദുൽ ഖാദർ, അതുപോലെ ക്യാപ്റ്റൻ ലക്ഷ്മി. ചുവടെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ട വിവരത്തിന് ഉദാഹരണം ഏതാണ്? വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ട വിവരത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, പൊതു അധികാരിക്ക് ലഭ്യമായ സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരം. ശരിയാണ്. അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവ ബാധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. 3, കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ഡി, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏത് തന്നെയാണ്? പൊതു അധികാരിക്ക് ലഭ്യമായ സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ പ്രകാരം നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ട വിവരത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അടുത്ത് ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധമില്ലാത്തതാണ് ചോദിക്കുന്നത്. നയി താലിം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. അതുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഒന്ന്, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്ന് പറയുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് നയി താലിം ഊന്നൽ നൽകിയിട്ടില്ല. അത് തെറ്റാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ്. 2, വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം, തൊഴിലധിഷ്ഠിതമായിരിക്കണം. ശരിയാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായുള്ള വിദ്യാഭ്യാസം നൽകണം. ശരിയാണ്. 4, വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. അതും ശരിയാണ്. അപ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിമുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ എന്നുള്ളതാണ്. 1, അഴിമതി നിയന്ത്രിക്കുക. ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുക. ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. പൊതുവിവരങ്ങളെല്ലാം ഏകീകൃത രീതിയിൽ ശേഖരിക്കുക എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട ഇവയിലുള്ള പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. തെറ്റ്. സ്വദേശാഭിമാനി ആരുടെ പത്രമല്ല? ചട്ടമ്പി സ്വാമിയുടെ പത്രമല്ല, വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ് സ്വദേശാഭിമാനി. 2, യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ശരിയാണ്. യഥാർത്ഥ പേര്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുള്ളതാണ്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അടുത്തതായി വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ശരിയാണ്. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. 4, തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ ഏതാണ്? ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവയാണ് ഇന്ത്യയിലെ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? പ്രാഥമിക, ദ്വിതീയ, തൃതീയ, അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ്. മൺപാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. 1985 RRB എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റ്. 1935 RBI, 1982 നബാർഡ്, 1955 SBI. ഇവിടെ തെറ്റായിട്ട് വരുന്നത് 1985 RRB എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന.
അടുത്ത ചോദ്യം, സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരെന്താണ്? പുത്തൻ സാമ്പത്തിക നയങ്ങളെ, സർക്കാരിന്റെ നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണെന്ത്? ബി, നവ ഉദാരീകരണം. നവ ഉദാരീകരണമാണ് ശരിയായ ഉത്തരം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹരിയാണ്. അശോക് കുമാർ ലാഹരിയാണ് ശരിയായ ഉത്തരം. കേരള ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. മെഡിസെപ്പ് ആണ് കേട്ടോ ശരിയായ ഉത്തരം, മെഡിസെപ്പ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരേതാണ്? തളിര്. ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. തളിരാണ് ശരിയായ ഉത്തരം. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചൈനാമാനായി കളിക്കുന്ന താരം ഏതാണ്? ചൈനാമാനായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന താരം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുൽദീപ് യാദവ്. കുൽദീപ് യാദവ് ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായിട്ട് സംഘടിപ്പിച്ച സംഘടിപ്പിച്ച വർഷം ഏതാണ്? 1952 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേര് എന്താണ്? ഓക്കെ, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ചിട്ടുള്ള ബഹിരാകാശ പേടകത്തിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വോസ്റ്റോക്സ്. വോസ്റ്റോക്സ് 1 ആണ് ശരിയായ ഉത്തരം. യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേര് വോസ്റ്റോക്സ് 1 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം. ചാന്ദ്രദിനം ഇതാ വരാൻ പോകുന്ന ഈ മാസം തന്നെയാണ്, ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്, ജൂലൈ 21. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? JC ഡാനിയൽ പുരസ്കാരം നേടിയത് 2024 2024 JC ഡാനിയൽ പുരസ്കാരം ആർക്കായിരുന്നു? ശാരദയ്ക്കായിരുന്നു കേട്ടോ. ശാരദയാണ് ശരിയായ ഉത്തരം, ശാരദ. 2026 നോർവേ ചെസ് ടൂർണമെന്റിൽ ജേതാവായ പ്രജ്ഞാനന്ദ ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? പ്രജ്ഞാനന്ദ ഏത് സംസ്ഥാനത്തെ? തമിഴ്നാട്ടിലെ വ്യക്തിയാണ് കേട്ടോ. ഏത് കലാപത്തെ അടിച്ചമർത്താൻ നിയുക്തനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് ഹാർവി ബേബർ? തോമസ് ഹാർവി ബേബർ ഏത് കലാപത്തെ അടിച്ചമർത്താൻ നിയുക്തനായതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കുറിച്യ കലാപം. കുറിച്യ കലാപമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലിലെ ആദ്യ ഒപ്പുകാരൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്, KP ശങ്കരമേനോനാണ് ശരിയായ ഉത്തരം. KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച വ്യക്തി. KP ശങ്കരമേനോനാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ആര്യ സമാജം നയിച്ച സമരം ഏതാണ്? ആര്യ സമാജം നയിച്ച സമരം ഏതാണ്? ഇതിൽ ഏതാണ് ആര്യ സമാജം? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, കൽപ്പാത്തി സമരമാണ്. കൽപ്പാത്തി സമരം നയിച്ചത് ആര്യ സമാജമാണ്. 1948 ഫെബ്രുവരിയിൽ ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നത് എവിടെയാണ്? ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടന്നത് എവിടെയാണ്? ആലുവയിലാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ആലുവയിലാണ് ഐക്യ കേരള പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. വർഷം കൂടെ ഓർക്കുക, 1948 നടന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാന കാലത്ത് പ്രകടനം നയിച്ച് അറസ്റ്റിലായതിനെ തുടർന്ന് 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന ധീര വനിതയായിരുന്നു AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്, AV കുട്ടിമാളു അമ്മ. അടുത്ത ചോദ്യം, 2026 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2026 ബുക്കർ പ്രൈസ്, അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ്, യാങ് ഷുവാങ്സി. യാങ് ഷുവാൻസി ആണ് ശരിയായ ഉത്തരം, യാങ് ഷുവാങ്സി. ഓക്കെ, ബുക്കർ പ്രൈസ് പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, 52ാമത് G7 രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത്. 52ാമത്തെ G7 രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? ഏത് രാജ്യമാണ്? ഓപ്ഷൻ ഡി, ഫ്രാൻസ് ആണ് കേട്ടോ ശരിയായ ഉത്തരം, ഓപ്ഷൻ ഡി, ഫ്രാൻസ്. ദുർഭരണത്തിനെതിരായ ജനകീയ പ്രക്ഷോഭമായിട്ടുള്ള നാട്ടുകൂട്ടമിളക്കം ആരുമായി ബന്ധപ്പെട്ടതാണ്? നാട്ടുകൂട്ടമിളക്കം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യെസ്, ഓപ്ഷൻ സി, വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഈ പേര് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ചെമ്പകരാമൻ എന്നുള്ളത്. അപ്പോൾ വേലുത്തമ്പി ദളവയാണ് നാട്ടുകൂട്ടമിളക്കം എന്ന ജനകീയ പ്രക്ഷോഭം ബന്ധപ്പെട്ടിരിക്കുന്നത് വേലുത്തമ്പി ദളവയുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഓക്കെ, വേലായുധൻ ചെമ്പകരാമൻ. അടുത്ത ചോദ്യം നോക്കാം. യൂറോപ്പിൽ നിലനിന്നിരുന്ന
എസ്ചീറ്റ് സമ്പ്രദായത്തിന്റെ ഇന്ത്യൻ പകർപ്പ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് പരിഷ്കാരം ഏതാണ്? യൂറോപ്പിൽ നിലനിന്നിരുന്ന എസ്ചീറ്റ് സമ്പ്രദായത്തിന്റെ ഇന്ത്യൻ പകർപ്പ് ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമം, എസ്ചീറ്റ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ഏതാണ്? റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ഇതിൽ ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, HG സെൽ. HC സെല്ലാണ് ശരിയായ ഉത്തരം, HG സെൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ചാൽക്കോജനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ചാൽക്കോജനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഏത് ഗ്രൂപ്പ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി 16 ആണ് ശരിയായ ഉത്തരം. 16 ഗ്രൂപ്പ് മൂലകങ്ങളാണ് ചാൽക്കോജനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, കോപ്പർ, ടിൻ, സിങ്ക് എന്നിവയാണ് ഗൺമെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ. കോപ്പർ, ടിന്ന്, സിങ്ക്. ഫൈലേറിയാസിസിന്റെ കാരണക്കാരനായ ജീവി ഏതാണ്? ഫൈലേറിയാസിസിന്റെ കാരണക്കാരനായ ജീവിയാണ് വുച്ചറേറിയ ബാൻക്രോഫ്റ്റി. വുച്ചറേറിയ ബാൻക്രോഫ്റ്റിയാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ജീവിത ശൈലി രോഗത്തിന് ഉദാഹരണമാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഇവിടെ ബി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഒബേസിറ്റിയാണ് ജീവിതശൈലി രോഗത്തിന് ഇവയിൽ ഉദാഹരണമായിട്ട് വരുന്നത്. ഒബേസിറ്റിയാണ്, ഒബേസിറ്റി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 അതിൻ്റെ ലാൻഡറിൻ്റെ പേര്, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര് എന്നുള്ളതാണ്. എന്താണ് ലാൻഡറിൻ്റെ പേര്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, വിക്രം ലാൻഡർ അല്ലേ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം. അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കരളാണ് ശരിയായ ഉത്തരം. കരളാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ടേബിൾ സാൾട്ട്. ഓപ്ഷൻ എ ആണ് കേട്ടോ ശരിയായ ഉത്തരം, ടേബിൾ സാൾട്ട് ആണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം, ടേബിൾ സാൾട്ട്. ഡാഷിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലാഗ്ര. പെല്ലാഗ്ര എന്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? നിയാസിൻ്റെ കുറവ് മൂലം. നിയാസ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, നിയാസിനിൻ്റെ കുറവ് മൂലമാണ്. നിയാസിൻ്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? പെല്ലഗ്ര എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. പെല്ലഗ്ര എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ഓക്കെ, ശരിയായ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ നിരീക്ഷണം. കാലാവസ്ഥാ നിരീക്ഷണത്തിനാണ് ഇൻസാറ്റ് 3DS ഇത് വിക്ഷേപിക്കുന്നത് 2025 ഫെബ്രുവരി 17 ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണമാണ്. ഓർത്തു വയ്ക്കുക, ഈ അടുത്ത് നടന്ന സംഭവം കൂടെയാണ്. ഓക്കെ, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ് കേട്ടോ, മെലാട്ടോണിൻ ആണ് ശരിയായ ഉത്തരം. മെലാട്ടോണിൻ ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി ആണ് ശരി. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഏത് നിയമമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവയിൽ ഹെൻറീസ് നിയമം ഓപ്ഷൻ ബി ആണ്, ഹെൻറീസ് നിയമമാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓക്കെ, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറാസിസ് ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ ഡാഷ് ആണ്. ഓക്കെ, ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബണിൻ്റെ എന്താണ്? രൂപാന്തരങ്ങളാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, രൂപാന്തരങ്ങൾ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അല്ലാത്തത് 1 പാൽ, മുട്ട എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു. തെറ്റാണ്.
2 ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ആണ്, ശരിയാണ്. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ആണ് വിറ്റമിൻ സി. യുവത്വം നിലനിർത്തുന്നു, ശരിയാണ്. രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രതിനിധാനം ചെയ്യുന്നു, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന പാൽ, മുട്ട എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ന്യൂഡൽഹിയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം, ന്യൂഡൽഹി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഏതാണ്? ഇവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് വിറ്റാമിൻ സി, ഇ, ഡി, എ. വിറ്റാമിൻ സി, ഇ, ഡി, എ. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ അല്ലാത്തത് ഇതിൽ വിറ്റാമിൻ സി ആണ്. ഓക്കെ, അപ്പോൾ കമ്പനി ബോർഡ് LGS വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷകൾക്ക് വേണ്ടി ചോദിക്കാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു. വിശദമായിട്ട് നമ്മൾ നോക്കി എല്ലാ ചോദ്യങ്ങളും, ഏകദേശം 150ഓളം ചോദ്യങ്ങൾ ഈ ഒറ്റ ക്ലാസ്സിലൂടെ പഠിച്ചു. വരുന്ന ദിവസങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.